അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നാണ് നമ്മൾ പ്രാവിനെ കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് രാത്രി 7 മണിക്ക് മുന്നേ ഇടാമെന്നാണ് പറഞ്ഞ വീഡിയോ. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇടാൻ താമസിച്ചത് ഞാൻ വരാൻ താമസിച്ചുകൊണ്ടാണ്. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ ഇട്ടതിന് ശേഷം അത് ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് 2 മക്കളാണ്. ഒന്ന് ആഹ്സൻ, ഇത് അസ്ലഹ്. ഇവൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇന്ന് പ്രാവ് കൊടുക്കുന്നതും ഇവൻ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഞാനിപ്പോൾ എങ്ങനെയാണ് അത് ഞറക്കെടുക്കുന്നതെന്നുള്ളത് ഇപ്പോൾ കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോ അതായിപ്പം ഓൾറെഡി വരുന്നുണ്ട്. അത് കണക്ക് തന്നെ അടുത്ത പ്രാവിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൊരു വെള്ളപ്രാവിനെ. അപ്പോൾ എന്തായിരുന്നില്ല, വെള്ളപ്രാവിനെ നമ്മൾ എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് റൂമിനകത്ത് വെച്ചാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ വെളിയിലൊക്കെ വെട്ടം കുറവാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ലേറ്റായി. അതേ കണക്ക് തന്നെ നാളെ എടുക്കാമെന്ന് വെട്ടമുള്ളപ്പോൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാർ സ്കൂളിൽ പോകും. അപ്പോൾ ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണില്ല. ഞാനുള്ള സമയത്ത് ഉമ്മാർ കാണില്ല. അതാണ് ഇപ്പോൾ ഒരു വലിയൊരു വിഷയം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ ഇന്ന് തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇവരുടെ ബർത്ത്ഡേയുടെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 സൈക്കിളും വാങ്ങിക്കൊടുത്തു. അത് സമയം കിട്ടിയ അനുസരിച്ചിട്ട് വന്നതെല്ലാം ചെയ്തു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഡ്രോ എടുക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കിക്കോളൂ. എല്ലാവരും കറക്റ്റായിട്ട് ഇത് തന്നെ നോക്കിക്കോളൂ. നമ്മൾ എടുക്കുന്നതും കൊടുക്കുന്നതും എല്ലാം കറക്റ്റാണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അസ്ലുവാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് ആ ഒരു വീഡിയോയിൽ എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ടോ, വാട്സപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നപ്പോൾ എല്ലായിടത്തും പറഞ്ഞു, ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ എല്ലായിടത്തും പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടരുത്, യൂട്യൂബിൽ വീഡിയോയ്ക്ക് താഴെ തന്നെ മെസ്സേജ് ഇടണമെന്ന്. കാരണം നല്ല ഒരുപാട് പേര്, ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10,000 പേരടുപ്പിച്ച് എനിക്ക് വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ടേക്ക് മെസ്സേജ് കുറേ പേർ കിട്ടും എനിക്ക് യൂട്യൂബിലോട്ട് അയക്കാണ്ട്. കാര്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പേര് അതിൽ കണ്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആളുടെ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ പറയും ഇത് നമ്മൾ ചുമ്മാ പറയുന്നതാണ്, ചുമ്മാ ചെയ്യുന്നതാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന വീഡിയോ മെസ്സേജ് ആർക്കാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആ ആളിന് കിട്ടിയോ ഇല്ലേ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിൽ തന്നെ യൂട്യൂബ് വീഡിയോയിലെ താഴെ തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് എല്ലാ മെസ്സേജും എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്ത ഇതിൽ വീഡിയോസിൽ 52 മെസ്സേജായിട്ട് അതിൽ മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ 52 മെസ്സേജ് ഒരാളിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ മൊബൈൽ ആസിൻ്റെ കയ്യിൽ ആ മെസ്സേജ് ഓപ്പൺ ചെയ്താൽ കൊടുക്കും. അതിൽ അവൻ സ്ക്രോൾ ചെയ്തിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് അവൻ ക്ലിക്ക് ചെയ്തിട്ട് തന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ഇന്ന് അത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ തുടങ്ങാം. ഓക്കെ. ആദ്യമായിട്ട് അവൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവന് ചെറിയൊരു പരുങ്ങലുണ്ട്. അപ്പോൾ എന്നിരുന്നാലും കുഴപ്പമില്ല. അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ക്ലിക്ക് ചെയ്തെടുക്കട്ടെ. നമ്മളാരും അതിൽ ഇടപെടുന്നില്ല. അപ്പോൾ അവന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായിരുന്നാലും നോക്കാം ആരെയാണ് അവൻ ക്ലിക്ക് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുശേഷം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം ഇതാരാണ് എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ ഇതിൽ ഒരു ഇൻവോൾവും ഇല്ല. ആർക്ക് കിട്ടിയാലും ഇവിടുന്ന് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് അവിടം വരെ ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഒരെണ്ണം നമുക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തായിരുന്നാലും ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് അവന്മാർ തന്നെ പറയും. ഓക്കെ. ഇന്നത്തെ ഗീവ്അവേ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്ത ആള് ഗെയിമിംഗ് വ്ലോഗ് ആലൻ ഫ്രം ട്രിവാൻഡ്രം. ഈ വീഡിയോയിൽ കാണുന്ന ഈ കുറുകുന്ന വെള്ളപ്രാവിനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കലങ്കയിൽ നല്ല മെയിലാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലാണ്. നമ്മൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട പ്രാവളെന്നല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന സെറ്റിൽ നിന്ന് തന്നെയാണ് പ്രാവളെ പിടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് തിരിഞ്ഞിട്ട പ്രാവളൊന്നുമല്ല, കറക്റ്റ് നല്ല പ്രാവളാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ പ്രാവ് ചോദിച്ചിട്ടുള്ള 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഇടുക്കിയാണ് സ്ഥലം. പക്ഷേ അതിൽ ഒരാൾ ഇടുക്കിയും ഒരാൾ വേറെ ഏതോ ഒരു സ്ഥലമാണ്. അവർക്ക് എന്തായിരുന്നാലും ഞാൻ ഈ ഞറക്കൊന്നും ഇല്ലാതെ തന്നെ 2 പ്രാവിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയ്ക്കകത്ത് അവർക്ക് 2 പ്രാവിനെ ഞാൻ എത്തിക്കുക. അവർക്ക് ഇന്ന് ഞാൻ മെസ്സേജ് ഇടുന്നുണ്ട് അവർക്ക് പ്രാവിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇനി എങ്ങനെയാണെന്തോ അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ പൈസ അവർ കൊടുക്കുമോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഞാൻ അവർക്കത് കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയ മക്കളെ വിളിച്ച് ഇത് പറയുമ്പോൾ അങ്ങനെ ഒന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അടുത്ത ഗീവ് ഉടനടി തന്നെ വരുന്നുണ്ട്.